How are you? Are you fine? Okay, today we are going to study our GK. കേട്ടോ, നമ്മൾ GK ആണ് പഠിക്കുന്നത്. Okay, in the previous class we have studied body parts അല്ലേ? Previous class നമ്മൾ എന്താ പഠിച്ചത്? Body parts അല്ലേ? Today we are going to study vehicles. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? Vehicles. വാഹനങ്ങളെ കുറിച്ച് പഠിക്കാം കേട്ടോ. Okay? Vehicles are used for specific purpose. Different types of vehicles നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ vehicles എന്താണ്? Different purpose-ന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. Okay? Vehicles different purpose-ന് വേണ്ടിയാണ് കേട്ടോ. നമ്മൾ vehicles-നെ കുറിച്ചാണ് പഠിക്കുന്നത്. വാഹനങ്ങൾ അല്ലേ? നോക്കിക്കേ. Identify the given vehicles with the help of the clues and write their names. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇത് എന്തിനു വേണ്ടിയാണെന്ന് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നോക്കിക്കേ. What is this? എന്താണിത്? ഡു യു സീ? എന്താണ്? വാട്ട് ഈസ് ദിസ്? ആംബുലൻസ് അല്ലേ? ആണോ? അവിടെ പറയുന്നുണ്ട് എന്താണ്? ഐ ക്യാരി സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. പേരവിടെ പറയുന്നില്ല, നിങ്ങളാണ് പേര് എഴുതുന്നത്. അതിന്റെ ഫംഗ്ഷനാ പറയുന്നത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഐ ക്യാരി സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. അസുഖം രോഗം വന്നവരെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. നിങ്ങൾ കേൾക്കുമ്പോഴേ അറിയാം, രോഗം കൂടിക്കിടക്കുന്നവരെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പ്രത്യേക സൗണ്ടുമായിട്ടൊക്കെ വരും അല്ലേ? സൗണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി. നമ്മൾ കൊണ്ടുപോകുന്ന രോഗിക്ക് കുഴപ്പമൊന്നും വരില്ലേ ദൈവമേന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അന്നേരം ഈ ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കണം, ദൈവമേ അതിലിരിക്കുന്ന രോഗി ആരാണെങ്കിലും അവർക്ക് ഒരു കുഴപ്പവും വരാതെ ഹോസ്പിറ്റലിൽ എത്താൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. ഫസ്റ്റിൽ എന്താണ്? ഐ ക്യാരി സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. ഞാന് എന്താണ്? അസുഖമായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ആളാണ്. അപ്പൊ ഹു ആർ യു? ഹു ആർ? ആംബുലൻസ് അല്ലേ? ഹു ആർ മൈ? ആംബുലൻസ്. ഞാന് ആരാണ്? ആംബുലൻസ് ആണ്. അത് നമ്മൾ അവിടെ എഴുതേണ്ടത് എന്താണ്? ആംബുലൻസ്. ഓക്കെ, അടുത്ത ആളാണ് നോക്കിയേ. ഐ ഹെൽപ്പ് എ ഫാർമർ ടു പ്ലഫ് ദ ഫീൽഡ്. ഞാന് ഫാർമറിനെ നിലം ഉഴുവാൻ, നിലം കിളയ്ക്കുവാൻ, അല്ലെങ്കിൽ നിലം ഉഴുതു മറിക്കുവാൻ, ഇളക്കി കൊടുക്കാൻ, നിലത്തെ അതായത് മണ്ണ് ഇളക്കി കൊടുക്കാൻ ഞാൻ ഫാർമറിനെ, കൃഷിക്കാരനെ സഹായിക്കുന്ന ആളാണ്. ഹുവാമൈ. ഞാൻ ആരാണ്? ട്രാക്ടർ. ആരാണ്? ട്രാക്ടർ. ഡു യു സീ ട്രാക്ടർ? കണ്ടിട്ടുണ്ടോ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ട്രാക്ടർ. എന്താണ് ട്രാക്ടർ ചെയ്യുന്ന ജോലി? ഐ ഹെൽപ്പ് എ ഫാർമർ ടു പ്ലഫ് ദ ഫീൽഡ്. നിലത്തെ മണ്ണ് ഇളക്കി മറിക്കാൻ വേണ്ടി എന്നെ യൂസ് ചെയ്യും. ഹുവാമൈ? ആരാണ് ഞാന്? ട്രാക്ടർ അല്ലേ? അടുത്ത നോക്കിയേ. ഐ ഹെൽപ്പ് ഇൻ ലെവലിംഗ് ദ റോഡ്. ഞാൻ റോഡ് ലെവൽ ചെയ്യാം. വീട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞ് റോഡ് ഉറപ്പിക്കും കേട്ടോ. ലെവലിംഗ് ദ റോഡ്, റോഡ് ലെവൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഹുവാമൈ? വാട്ട് ഈസ് ദിസ്? ആരാണിത്? അദ്ദേഹം നമ്മൾ അമ്മാവൻ വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? റോഡ് റോളർ. എന്റെ പേരാണ് ഇപ്പൊ എന്താണ്? റോഡ് റോളർ. ആരാണ്? റോഡ് റോളർ. റോഡ് റോളറിന്റെ ഫംഗ്ഷൻ എന്താണ്? ക്യാരി എന്താണ്? ഹെൽപ്പ് ലെവലിംഗ് ദ റോഡ്സ്. ഹെൽപ്പ് ലെവലിംഗ്, റോഡ് ലെവൽ ചെയ്യാനാണ് ആരെ യൂസ് ചെയ്യുന്നത്? റോളർ. റോഡ് റോളർ. ആരാണ്? റോഡ് റോളർ. അടുത്ത് നോക്കിക്കേ. വാട്ട് ഈസ് ദിസ്? വാട്ട് ഈസ് ദിസ്? റോഡ് റോളർ. ഓക്കെ, അടുത്ത ആളിന്റെ ഫംഗ്ഷൻ എന്താ എഴുതിയേക്കുന്നേ? ഐ ഹെൽപ്പ് ഡിഗിങ് ദ ഗ്രൗണ്ട് ആൻഡ് മൂവിങ് സോയിൽ. ഞാൻ വലിയ കുഴിയൊക്കെ എടുക്കും കേട്ടോ. അതുപോലെ മരമൊക്കെ വലിച്ചു മുറിച്ച് താഴെ ഇടും, പിഴുതിടും. മര വൃക്ഷങ്ങൾ അല്ലേ? ട്രീസ് ഒക്കെ വേരോട് പിഴുത് താഴെ ഇടും. അതുപോലെ റോഡൊക്കെ കുഴിക്കും. ആന ചെയ്യുന്നത് പോലെ, തുമ്പിക്കൈ കൊണ്ട് ചെയ്യുന്ന പോലെ ഒക്കെ ചെയ്യും. ആരാണ്? ഹുവാമൈ? എർത്ത് മൂവർ. എർത്ത് മൂവർ അല്ലെങ്കിൽ നമ്മൾ പറയും JCB എന്ന് പറയും അല്ലേ? JCB കണ്ടിട്ടില്ലാത്ത ആരുമില്ലല്ലോ. JCB അല്ലെങ്കിൽ എർത്ത് മൂവർ എന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, എർത്ത് മൂവർ. ഓക്കെ, അടുത്ത എന്താണ് നോക്കിക്കേ. ഐ ഹെൽപ്പ് ഇൻ ലിഫ്റ്റിംഗ് ഹെവി തിങ്സ്. വളരെ വെയിറ്റ് ഉള്ള കാര്യം, എത്ര കട്ടിയുള്ള ബസ് മറിഞ്ഞു കിടന്നാലും വലിയ വണ്ടികളൊക്കെ മറിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പോയാണ് പൊക്കുന്നത്. ആരാണ്? ക്രെയിൻ. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? റോഡിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ടാവുമല്ലോ. വലിയ വലിയ ഭാരമുള്ള സാധനങ്ങളൊക്കെ വലിച്ചു പൊക്കി ഉയർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളാരാണ്? ഇറ്റ് ഹെൽപ്പ് ലിഫ്റ്റിംഗ് ഹെവി തിങ്സ്. വെയിറ്റ് കൂടിയ സാധനങ്ങളൊക്കെ മേപ്പോട്ട് ഉയർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാര്?
ക്രെയിൻ. എന്താണ് എന്റെ പേര്? ഹു ആം ഐ? ക്രെയിൻ. എന്റെ പേരാണ് ക്രെയിൻ കേട്ടോ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ക്രെയിൻ? എന്താണ് ക്രെയിൻ ചെയ്യുന്നത്? ഐ ഹെൽപ്പ് ഇൻ ലിഫ്റ്റിംഗ് ഹെവി തിങ്സ് കേട്ടോ. ഹെവി ആയിട്ടുള്ള വെയിറ്റ് കൂടിയ സാധനങ്ങളെല്ലാം ഉയർത്തുവാൻ വേണ്ടിയാണ് ആരെ യൂസ് ചെയ്യുന്നത്? ക്രെയിൻ. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ലാസ്റ്റിലത്തെ എന്താണ് നോക്കിയേ? ഐ ഹെൽപ്പ് ഫയർ ഫൈറ്റേഴ്സ് ടു പുട്ട് ഔട്ട് ഫയർ. എവിടെയെങ്കിലും തീ പിടിക്കുകയാണെങ്കിൽ ഓടി വരും ആരാ? ഭയങ്കര ഒരു സൗണ്ടോട് കൂടി വരും, വെള്ളവുമായിട്ട് വരും. വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം ഒഴിച്ച് തീയെല്ലാം കെടുത്തു. അപ്പൊ അതിന്റെ പേരെന്താണ്? ഫയർ എഞ്ചിൻ. അതിന് പ്രത്യേക ആംബുലൻസിന്റെ കൂട്ട് വേറെ സൗണ്ട് ഒക്കെ അല്ലേ? എവിടെയെങ്കിലും തീപിടുത്തം ഉണ്ടായാൽ ഈ ഫയർ എഞ്ചിൻ വന്നാണ് തീ കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ ഐറ്റംസ് ആണ് പഠിച്ചത്? വെഹിക്കിൾസ്. ഒന്നുകൂടെ മിസ് പറയുകയാണ്. ഫസ്റ്റ്, ഐ ക്യാരി സിക്ക് പീപ്പിൾ ടു ദ ഹോസ്പിറ്റൽ. സിക്ക് പീപ്പിളിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹു ആം ഐ? ആരാണ് ഞാന്? ആംബുലൻസ്. ഓക്കെ, സെക്കൻഡ് നോക്കേ, ഐ ഹെൽപ്പ് എ ഫാർമർ ടു പ്ലക്ക് ദ ഫീൽഡ്. ഞാൻ ഫാർമേഴ്സിനെ, കൃഷിക്കാരെ എന്താണ് മണ്ണ് കിളയ്ക്കാൻ അല്ലെങ്കിൽ മണ്ണ് ഇളക്കാൻ വേണ്ടി സഹായിക്കുന്ന ആളാണ്. ഹു ആം ഐ? ട്രാക്ടർ. എന്താണ്? ട്രാക്ടറാണ്. തേർഡ് എന്താണ് നോക്കേ, ഐ ഹെൽപ്പ് ഇൻ ലെവലിംഗ് ദ റോഡ്. റോഡ് നല്ല ലെവലാക്കാൻ വേണ്ടി, ഒരുപോലെ ആക്കാൻ വേണ്ടി ഞാൻ എന്നെ യൂസ് ചെയ്യുന്നു. ഹു ആം ഐ? റോഡ് റോളർ. ആരാണ്? റോഡ് റോളർ. നോക്കിയേ, ഐ ഹെൽപ്പ് ഇൻ ഡിഗിങ് ദ ഗ്രൗണ്ട് ആൻഡ് മൂവിങ് സോയില്. സോയില് ഡിഗ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എർത്ത് ഡിഗ് ചെയ്യാൻ വേണ്ടി ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. ആരെയാണ്? ഹു ആം ഐ? എർത്ത് മൂവർ. ആരാണ്? എർത്ത് മൂവർ ഓർ JCB എന്ന് പറയും. ഓക്കെ, അടുത്ത നോക്കിയേ, ഐ ഹെൽപ്പ് ഇൻ ലിഫ്റ്റിംഗ് ഹെവി ഒബ്ജക്ട്സ്. ഹെവി തിങ്സ്, ഹെവി ആയിട്ടുള്ളതിനെല്ലാം ഉയർത്താൻ വേണ്ടി എന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അതാരാണ്? ക്രെയിൻ. എന്താണ് എന്റെ പേര്? ഹു ആം ഐ? ക്രെയിൻ. ഓക്കെ, ഐ ഹെൽപ്പ് ഫയർ ഫൈറ്റേഴ്സ് ടു പുട്ട് ഔട്ട് ഫയർ. തീ കെടുത്താൻ വേണ്ടി എന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ആരാണ്? ഫയർ എഞ്ചിൻ. ഓക്കെ, ട്രാഫിക് സിഗ്നൽസ് എന്തൊക്കെയാണ്? We see many road signals when we travel. They help us have safe journey. നമ്മളെ ട്രാഫിക് സിഗ്നൽ സേഫ് ആയിട്ട് യാത്ര ചെയ്യാൻ സഹായിക്കും കേട്ടോ. ട്രാഫിക് സിഗ്നൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമ്മൾ മെയിൻ ആയിട്ടുള്ള ട്രാഫിക് സിഗ്നൽ റെഡ് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ പോകത്തില്ല, ഗ്രീൻ ആണെങ്കിൽ പോകാൻ സാധിക്കും. പിന്നെ ഓറഞ്ചും റെഡും ഒക്കെ ഉണ്ടല്ലേ? ഗെറ്റ് റെഡി ഫോർ ട്രാവലിന് റെഡി ആവുന്നുണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ സിഗ്നൽസ്. അപ്പൊ അവിടെ വേറെ നിങ്ങൾക്ക് കുറെ മനസ്സിലാക്കാൻ വേണ്ടി കുറെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, they have many road signals. We see many road signals when we travel. They help us to have safe journey. സേഫ് ജേർണിക്ക് വേണ്ടി നമ്മളെ ഈ സിഗ്നൽസ് ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, ഫസ്റ്റ് സിഗ്നൽ എന്താണ് നോക്കിക്കേ? ഫസ്റ്റ് സിഗ്നൽ, ഡു യു സീ ദിസ് സിഗ്നൽ? ഈ സിഗ്നൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് വേണ്ടിയാണ് സീബ്ര ക്രോസിംഗ്. നമ്മൾ മെയിൻ റോഡുകളിലൊക്കെ ചെല്ലുമ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്രയുടെ പോലെ ക്രോസിംഗ് ചെയ്തിട്ടുണ്ട്. അതുവഴി മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാവുള്ളൂ കേട്ടോ. ഈ സീബ്ര ക്രോസിംഗിൽ കൂടെ മാത്രമേ നമ്മൾ ക്രോസ് ചെയ്യാവുള്ളൂ. വേറെ ക്രോസിംഗിലൂടെ, വേറെ സീബ്ര ക്രോസിംഗ് ഇല്ലാത്തടത്തൂടെ നമ്മൾ എന്ത് ചെയ്യരുത്? റോഡ് ക്രോസ് ചെയ്യരുത്. അപ്പൊ സീബ്ര ക്രോസിംഗ് എന്തിനു വേണ്ടിയാണ്? വലിയ തിരക്കുള്ള റോഡുകളിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിനെന്ത് വിളിക്കും? സീബ്ര ക്രോസിംഗ്. മാർക്ക്ഡ് ഏരിയ വെയർ ദ പീപ്പിൾ ക്യാൻ ക്രോസ് ദ റോഡ്. ജനങ്ങൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണെന്ത്? സീബ്ര ക്രോസിംഗ്. അടുത്ത നോക്കിയേ, there is a school nearby. ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഇതിനടുത്ത് ഒരു സ്കൂളുണ്ട്. നമ്മൾ എവിടെയും വണ്ടിയെ പോകുന്ന സമയത്ത് ഈ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ സ്കൂളുണ്ട്. സ്പീഡ് കുറച്ച് പോകണം. സ്കൂളിനടുത്ത് പിള്ളേരൊക്കെ ഉണ്ടാകാറുണ്ട്. സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കണം. സ്പീഡ് വരികയാണെങ്കിൽ സ്കൂളിന്റെ അടുത്ത് വരാറാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം? വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കണമെന്ന് കാണിക്കാനാണ് ഇത് സിമ്പിള്. ഈ സിമ്പിൾ എന്താണത്? there is a school nearby. ഇവിടെ അടുത്തൊരു സ്കൂൾ, തൊട്ടടുത്ത് തന്നെ സ്കൂൾ ഉണ്ടെന്ന് കാണിക്കാനാണ് കേട്ടോ. അടുത്ത നോക്കിയേ, ഈ സിമ്പിള് ഡു നോട്ട് സൗണ്ട് ഹോൺ. നമ്മള് ചർച്ചിന്റെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ എന്ത് ചെയ്യരുത്? ഹോൺ അടിക്കരുത്. വണ്ടിയുടെ ഹോൺ ഭയങ്കര ശബ്ദത്തോടു കൂടി അടിക്കാനേ പാടില്ല. അപ്പൊ ഹോൺ അടിക്കരുത് എന്നുള്ള സിമ്പിളാണ് കേട്ടോ. അടുത്ത നോക്കിക്കേ, ഡു നോട്ട് പാർക്ക് ദിസ് ഏരിയ. ചില ഏരിയകളിലൊന്നും പാർക്ക് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലീസ് പിടിക്കും. ഓക്കെ, പാർക്ക് ചെയ്തെന്നുള്ള ഏരിയയിൽ വണ്ടി അവിടെ കൊണ്ട് വയ്ക്കാനേ പാടില്ല. വേറെ ഏരിയയിൽ കൊണ്ടുവന്നേ പാർക്ക് ചെയ്യാറ്. അപ്പൊ ഡു നോട്ട് പാർക്ക് ചെയ്യരുതെന്ന് കാണിക്കണം കേട്ടോ. ഡു നോട്ട് പാർക്ക് ദിസ് ഏരിയ. അടുത്ത നോക്കിയേ, ഡു നോട്ട് ടേൺ ഹിയർ. ഇവിടെ വളയ്ക്കാൻ പാടില്ല. റോഡിന് ഈ റൂട്ടിൽ കൂടെ പോകാൻ പാടില്ല. വളയ്ക്കരുത്. ഇവിടെ വരുമ്പോൾ വളയ്ക്കരുത്. വണ്ടി വളയാൻ പാടില്ല. ഇത് കാണിക്കുന്നത് എന്താണ്? ഡു നോട്ട് ടേൺ ഹിയർ. ഇവിടെ വളഞ്ഞു പോകാൻ പാടില്ല.
അപ്പോൾ ഇത്രയുമാണ് സിഗ്നൽസ്, ട്രാഫിക് സിഗ്നൽസ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഫസ്റ്റിലെ സീബ്ര ക്രോസിംഗ്, സെക്കൻഡ് എന്താണ് നിയർ ദ സ്കൂൾ, സ്കൂൾ ഉണ്ടെന്ന് കാണിക്കാൻ. അടുത്ത് ഇവിടെ ഹോൺ അടിക്കരുത്, ഹോൺ ഡു നോട്ട് സൗണ്ട് ദ ഹോൺ. ദെൻ നോട്ട് പാർക്കിംഗ് ദിസ് ഏരിയ, ഇപ്പം ഇവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് ഡു നോട്ട് ടേൺ ദ റോഡ്, ജോയിൻ ഗിയർ, ഇവിടെ വണ്ടി വളയ്ക്കുവാൻ പാടില്ല. അടുത്ത മോസ്റ്റ് വെഹിക്കിൾസ് റൺ ഇൻ ഫ്യൂവൽ. നെയിം ദ വെഹിക്കിൾ ദാറ്റ് റൺ ഓൺ പെട്രോൾ. പെട്രോൾ യൂസ് ചെയ്ത് ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? സ്കൂട്ടർ, കാർ, ബസ് എക്സെട്ര. ഡീസൽ യൂസ് ചെയ്യുന്നത് ലോറി, ബസ് എക്സെട്ര. പെട്രോൾ യൂസ് ചെയ്യുന്നത് സ്കൂട്ടർ, കാർ ഒക്കെയാണ്. ഡീസൽ യൂസ് ചെയ്യുന്നത് ലോറി, ബസ് എക്സെട്ര. ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് ട്രെയിൻ, സ്കൂട്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ കാറും ഒക്കെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. സം വെഹിക്കിൾസ് ഡു നോട്ട് നീഡ് എനി ഫ്യൂവൽ. ചിലതിന് ഫ്യൂവൽ വേണ്ടാത്തുണ്ട്. ആരാണ്? സൈക്കിള്, പിന്നെ പണ്ടത്തെ കാളവണ്ടിയൊക്കെ ഫ്യൂവൽ വേണ്ടാത്തതാണ്. കുതിരവണ്ടി, കാളവണ്ടി ഇതൊക്കെ. അപ്പൊ അതൊന്നും ഇല്ല. ഫൈൻഡ് സച്ച് വെഹിക്കിൾസ് ഫ്രം ദ ഗ്രിഡ് ബിലോ ദ സർക്കിൾ. എന്തൊക്കെയാണ്? ഫ്യൂവൽ ഇല്ലാതെ, ഇന്ധനം ഇല്ലാതെ ഓടുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, ബോട്ട്, ബോട്ടിന് വേണ്ട. പിന്നെന്താണ്? ബുള്ളോക്ക്, കാളവണ്ടി. ബൈസൈക്കിള്, സൈക്കിള്. പിന്നെ ക്യാമൽ കാർട്ട്, ഒട്ടകത്തിന്റെ മുകളിൽ പോയാൽ. ഹോഴ്സ് കാർട്ട്, കുതിരവണ്ടി. ബുള്ളോ കാർട്ട് എന്ന് പറഞ്ഞാൽ കാളവണ്ടിയാണ്. കാളവണ്ടി, കുതിരവണ്ടി. ക്യാമൽ, ഒട്ടകത്തിന്റെ പുറത്ത് മനുഷ്യർ യാത്ര ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ സൈക്കിള്, ബോട്ട് എന്ന് ഉദ്ദേശിക്കുന്ന വള്ളമാണ്. ഇപ്പൊ ബോട്ടൊക്കെ എഞ്ചിൻ വെച്ചൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഡീസലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ബോട്ട് പോകുന്നുണ്ട്. അത്തരം ബോട്ട് അല്ലാതെ വള്ളമുണ്ട്, ഇങ്ങനെ ഊന്നി പോകുന്ന വള്ളം, തുഴഞ്ഞു പോകുന്ന വള്ളം. അതിന് എന്ത് വേണ്ട? ഫ്യൂവൽ ഒന്നും വേണ്ട. അപ്പൊ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്യാമൽ കാർട്ട്. പിന്നെ ഫസ്റ്റിലെ ഇരിക്കുന്ന ബോക്സിനകത്ത് എന്താണ്? ബുള്ളോ കാർട്ട്, നേരെയാണ് ബുള്ളോ കാർട്ട്. താഴോട്ട് ബോട്ട്, BOAT ബോട്ട്, BULLOCK ബുള്ളോട്ട് കാർട്ട്. ആദ്യത്തെ ഇങ്ങോട്ട് നേരെ വരയ്ക്കണം ബുള്ളോ കാർട്ട്, നേരെ താഴോട്ടുണ്ട് ബോട്ട്. പിന്നെ ബൈസൈക്കിൾ കണ്ടല്ലേ, സെക്കൻഡ് ബൈസൈക്കിൾ കിടപ്പുണ്ട്. തേർഡിലൊന്നും നമുക്ക് വേണ്ടുന്നൊന്നുമില്ല. ഫോർത്തിനകത്ത് നോക്കിക്കേ, ക്യാമൽ കാർട്ട്, ക്യാമൽ കാർട്ട് ഉണ്ട്. ലാസ്റ്റ് എന്താണ്? ഹോഴ്സ് കാർട്ട്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? യു ക്യാൻ ഓൾസോ ഫൈൻഡ് ദ നെയിംസ് ഓഫ് ദെയർ 3 animals in the grid. Can you name 2 other animals used for transport? Elephant ഉണ്ട്, പോണി, PONY. എലിഫന്റിന്റെ മുകളിൽ ഇരുന്ന് പോകുന്നുണ്ട് അല്ലേ? ആനപ്പാപ്പാൻ എലിഫന്റിന്റെ മുകളിൽ ഇരുന്നാ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ലെസൺ എന്നുള്ള ലെസൺ തീർന്നിരിക്കുകയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? സോ നമ്മൾ പറയട്ടെ, ലെറ്റ് വി ക്യാൻ റിവൈസ് വാട്ട് വി ഹാവ് സ്റ്റഡീസ് ടുഡേ. ഫസ്റ്റ് വെഹിക്കിൾസ് കുറെ പഠിച്ചു. എന്തൊക്കെയാണ്? ആംബുലൻസ്, ട്രാക്ടർ, റോഡ് റോളർ, എർത്ത് മൂവർ, ക്രെയിൻ ആൻഡ് ഫയർ എഞ്ചിൻ. ഇതിന്റെ എല്ലാം ഉപയോഗം മിസ് പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ട്രാഫിക് സിഗ്നൽ പഠിച്ചു. സീബ്ര ക്രോസിങ്, നിയർ ബൈ സ്കൂള്, ഡു നോട്ട് ഹോൺ, പിന്നെ നോട്ട് പാർക്കിംഗ് ആൻഡ് ഡു നോട്ട് ടേൺ. ലാസ്റ്റ് എന്താണ് പഠിച്ചത്? ഡീസലും പെട്രോളും ഒക്കെ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ്? പെട്രോൾ യൂസ് ചെയ്യുന്ന സ്കൂട്ടർ ആൻഡ് കാറ്, ഡീസൽ ലോറി, ബസ്, ഇലക്ട്രിസിറ്റി ട്രെയിന്, സ്കൂട്ടർ എക്സെട്ര. പിന്നെ അവിടുത്തെ ബോക്സ് ആണ്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കണം. ഓക്കെ, അതുപോലെ നോട്ട്സ് നീറ്റായിട്ട് നോട്ട്ബുക്കിൽ എഴുതണം. മിസ് ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിരിക്കും. നോട്ട്സ് നിങ്ങൾ നീറ്റായിട്ട് എഴുതി ബുക്കിൽ എഴുതി മിസ്സിന് വിടുക. ഓക്കെ, താങ്ക് യു.